സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി എന്തായാലും തൃശ്ശൂരിന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന ഉറപ്പാണ്. നല്ലൊരു ഭരണം തന്നെ വരട്ടെ. ചെമ്പുഗോപി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആളുകളുടെ നമ്പർ പ്രൂവ് ചെയ്തല്ലോ അവർക്ക് തന്നെ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്. സ്വർണ്ണാനം തെളിഞ്ഞില്ലേ, ഇനിയും മനസ്സിലായില്ലെങ്കിൽ കണ്ണാടി മാറ്റാൻ പറയും അവരോട്. ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ പരാജയപ്പെട്ട സുനിൽകുമാർ, അദ്ദേഹത്തോട് എന്നാ പറയാനുള്ളത്? ആള് നല്ലൊരു മനുഷ്യനാണ്, ആളിനോട് നമുക്ക് കമന്റ് ഒന്നുമില്ല. നേമത്ത് BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് മുരളീധരൻ. അദ്ദേഹം ഇവിടെ BJP-യെ തോൽപ്പിക്കാൻ വന്നാണ്, എന്താ പറയാനുള്ളത്? കമന്റ് ഇല്ല. ഭയങ്കര അഹങ്കാരായിരുന്നു. സുനിലേട്ടനോട് സത്യം പറഞ്ഞാൽ വലിയ വിഷമമൊന്നുമില്ല, പക്ഷെ മുരളിയേട്ടനോട് വിഷമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഭയങ്കര അഹങ്കാരം കാണിച്ചിരുന്ന പുച്ഛായിരുന്നു സുരേഷ് ഗോപിയോട്. അതിനുള്ളത് എന്താ പറയാ, ജനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, വയറ് നിറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് തൃശ്ശൂരത്തെ ജനങ്ങള് മുരളിയേട്ടന്. ഇനിയെങ്കിലും ആള് രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ചാളിരുന്ന് അഹങ്കാരമൊക്കെ ഒന്ന് ശമിപ്പിച്ച് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ. എന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഇത്
മുരളീധരൻ ആ. എന്ത് ലക്ഷ്യത്തോടു കൂടി അങ്ങോട്ട് വന്നിരിക്കുന്നത്? അത് നമ്മൾ എല്ലായിടത്തും BJP അക്കൗണ്ട് പൂട്ടിക്കുക, എന്നിട്ട് വലിയൊരു മതേതര പ്രതിച്ഛായ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു മുരളീധരന്റെ ലക്ഷ്യം. അപ്പൊ അത് നേമത്ത് വർക്കൗട്ടായി. അപ്പൊ വീണ്ടും തൃശ്ശൂർ വന്ന് അത് ചെയ്ത് കോൺഗ്രസിൽ നല്ലൊരു സ്ഥാനം, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് പോകുമ്പോൾ നിയമസഭയിലേക്ക് ചാടി മുഖ്യമന്ത്രിക്കൊക്കെ ഇവരെ എല്ലാവരും മുഖ്യമന്ത്രി കസേര നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ മാക്സിമം BJP ചവിട്ടി താത്ത സുരേഷ് ഗോപിനെ പുച്ഛിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുനിലോനോട് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ മുരളിയേട്ടൻ എന്തായാലും വനവാസം കഴിഞ്ഞ് അഹങ്കാരം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. കേന്ദ്രത്തിൽ BJPയുടെ 63 സീറ്റുകൾ നഷ്ടപ്പെട്ടു. എന്താണ് അതിനെ പറ്റിയുള്ളത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഒരു പുനർചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എങ്കിലും ഇത് 3ാം ടൈമാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണം. ഇന്ത്യ ചരിത്രത്തിൽ 3ാമത് 1962 മാത്രമാണ് വന്നിട്ടുള്ളൂ, നെഹ്റുവിന്റെ കാലത്ത്. അപ്പൊ അതിന്റെ ഒരു കുറവ് പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല. വൻ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അതിലെന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇനി RSS ഒക്കെ ആയിട്ട് ചെറിയൊരു ഭിന്നത ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർത്ത് UP-യിൽ 80-50 അടുത്ത പ്രാവശ്യം കിട്ടിയിട്ട് 400 സീറ്റോട് കൂടിയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. തമിഴ്നാട്ടിലെ പ്രകടനം എങ്ങനെയുണ്ട്? തമിഴ്നാട്ടിൽ വളരെ നല്ല പ്രകടനമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്രയധികം സീറ്റ് ഇപ്പൊ അണ്ണാമലയ്ക്ക് 4.5 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ADMK കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 ലക്ഷത്തിന് മേലെ വോട്ടാ ഈസി ആയിട്ട് ജയിക്കായിരുന്നു. അത് സത്യമാണ്. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്നും ഈ 3-4 സീറ്റ് മാത്രം കിട്ടി BJP ഒതുക്കപ്പെടുകയാണ് കാലങ്ങളായിട്ട്. അപ്പൊ അണ്ണാമലയുടെ ഡിസിഷൻ കറക്റ്റ് തന്നെയായിരുന്നു. 2 അക്കത്തിലേക്ക് വോട്ട് ഷെയർ വന്നിട്ടുണ്ട്. 2 അക്കത്തിലേക്ക് വന്നിട്ടുണ്ട്. 11% തോന്നുന്നു. കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഡാറ്റ. 11%ലേക്ക് BJPക്ക് ഒറ്റയ്ക്ക് വോട്ട് ഷെയർ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ. വലിയ പോസിറ്റീവാണ്. 11 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഈ പറയുന്ന കർണാടകയിൽ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ടില്ല. കർണാടകയിൽ വിചാരിച്ച സീറ്റ് കിട്ടിയിട്ടില്ല. 25 സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. രാജസ്ഥാനില് 25 സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. മഹാരാഷ്ട്രയില് ഭയങ്കര അത് ശരിയാക്കണം. എത്രയായാലും അവരൊരു ബ്രദറാണ് ശിവസേന, അതും റെഡിയാക്കണം. എന്നിട്ട് പഴയ പോലെ സൂപ്പർ പവറായിട്ട് വരണം. അതന്നെയാണ് ആഗ്രഹം. 5 വർഷം തികച്ച് ഭരിക്കാനായിട്ടുള്ള ഒരു സഖ്യകക്ഷികളായിട്ട് വരെ കാണാൻ പറ്റും. അത്രയും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതാണ് വിഷമം. മോഡിയുടെ ആ പൂർണ്ണ പ്രൗഢിയിൽ ഇരുന്ന് ഭരിക്കണമെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണമായിരുന്നു. പക്ഷേ ഭരണം കയ്യിൽ നിന്ന് കളയണ്ട. എന്തായാലും ഇവരെ കൂടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് വലിയ ഡിസിഷൻസ്, ഏകീകൃത സിവിൽ കോഡ് പോലുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം 400 സീറ്റിൽ നിന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തത് അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അത് നടക്കില്ല. അതിന്റെ വിഷമമുണ്ട്. എന്നാലും വലിയൊരു ഡാമേജിലേക്ക് പോയില്ല. ഭരണം നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ, അതാണ് സന്തോഷം. Thank you.